എല്ലാ കൂട്ടുകാർക്കും ഹൈദരാബാദ് ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മട്ടൻ റോസ്റ്റാണ്. ഗ്രേവി അധികമില്ലാത്ത കുറച്ച് ഫ്രൈ ആയിട്ടുള്ള ഹൈദരാബാദ് സ്റ്റൈൽ സ്പെഷ്യൽ മട്ടൻ റോസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1/2 കിലോ മട്ടൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതാണ്. നമുക്കതിലേക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. 1 നാരങ്ങയുടെ പകുതി അതുകൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഇനി നല്ലതുപോലെ ഇത് ഇളക്കി യോജിപ്പിക്കണം. കാരണം മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടി നമ്മൾ കൈകൊണ്ട് തന്നെ വേണം ഇത് ഇളക്കി യോജിപ്പിക്കാൻ. കുറച്ച് സമയം കൈകൊണ്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നല്ലതുപോലെ മസാലയൊക്കെ പിടിക്കും. അതിനുശേഷം നമുക്കിത് 1 മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 3-4 സവോള നമ്മൾ കുത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിക്ക ചെറുതായി അരിഞ്ഞെടുത്തു. അതുപോലെ കുറച്ച് മല്ലിയില, പുതിനയില. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം. നമ്മളൊരു തവ എണ്ണയൊഴിച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവോളയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് ഫ്രൈ ആയി വരണം. കുറച്ചൊന്ന് സവോള വാടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ലതുപോലെ ഫ്രൈ ആയി വരണം. ഇപ്പോൾ നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഫ്രൈ ആയി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം, ഇപ്പോൾ 5 മിനിറ്റ് നേരം കഴിഞ്ഞു. കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് കൊടുക്കുക. ഇത് വളരെ സ്ലോ പ്രോസസ്സിംഗ് ആണ്. നമ്മൾ വളരെ സാവകാശമാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഈ സമയം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളിക്ക ചേർത്ത് കൊടുക്കുക. ഇത് കുക്ക് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. കാരണം മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ച് ടേസ്റ്റ് ആകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മല്ലിപ്പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. വീണ്ടും ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക.
ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, നമ്മൾ ഇട്ട് കൊടുത്തു. വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഓരോ മസാലയും ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. വീണ്ടും ഒന്ന് അടച്ചു വെക്കുക 5 മിനിറ്റ് നേരത്തേക്ക്. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ ബൗള് തൈര് ഈ സമയം ചേർത്ത് കൊടുക്കണം. പുളിയില്ലാത്ത തൈരാണ്. തൈര് ചേർത്ത് കൊടുത്തിട്ട് ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് സമയമെടുത്ത് വളരെ പതുക്കെയാണ് നമ്മളിത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുത്തു. വീണ്ടും നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് കറി കാണാനൊരു നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമുക്ക് ഈ തവയിൽ നിന്നും ഒരു കുക്കറിലേക്ക് ഈ ഇറച്ചി മസാലയും കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിലിട്ട് നമുക്ക് ഇനി ഒരു വിസിൽ നേരം ഒന്ന് വേവിക്കണം. ഓരോ മട്ടൻ്റെയും വേവ് അനുസരിച്ച് നമ്മൾ നോക്കണം. ഇപ്പം നമ്മൾ തവയെ കിടന്ന് കുറച്ച് ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വേകാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു പീസിലാണ് ഇവിടെ വെക്കുന്നത്. അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇനി വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കുക്കർ അടച്ച് നമുക്ക് ഒരു വിസിൽ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പീസിൽ കഴിഞ്ഞു. ഒന്ന് തുറന്ന് നോക്കാം. അത് നല്ലതുപോലെ മട്ടൺ വെന്തു. നമ്മുടെ ആദ്യത്തെ ആ തവയിലേക്ക് തന്നെ വീണ്ടും നമ്മൾ കുക്കറിൽ നിന്നും ആ മട്ടനും ഗ്രേവിയും എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മസാലകളെല്ലാം തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഗരം മസാല അവസാനമാണ് നമ്മൾ ആഡ് ചെയ്തത്. വീണ്ടും നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മട്ടൺ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് മട്ടൺ മസാല വേണമെങ്കിലും ആഡ് ചെയ്യാം. ഒരു 2 ടീസ്പൂൺ മട്ടൺ മസാല കൂടെ ആഡ് ചെയ്ത് നമ്മൾ കൊടുത്തു. നല്ലൊരു മണവും അതുപോലെ നല്ലൊരു ഫ്ലേവറും വരാൻ വേണ്ടിയിട്ടാണ് മട്ടൺ മസാല ആഡ് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം, എരിവ് അനുസരിച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മട്ടൺ റോസ്റ്റ് ഏറെക്കുറെ റെഡിയായിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ പരുവത്തിൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് 2 ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാവേ. നല്ല സ്പൈസിയാണ് കണ്ടിട്ട് തോന്നുന്നു, ബട്ട് അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമേ കഷ്ണവും കുറച്ച് ചാറും എടുത്തിട്ട് ഇടിയപ്പത്തിൻ്റെ കൂടെ വെച്ചിട്ട് കഴിക്കുകയാണ്.
അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്പൈസി ഉണ്ട്, പക്ഷെ അടിപൊളിയായിട്ടുള്ള കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പറായിട്ടുള്ള കറിയാണ് ഇത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരാം. അപ്പോഴത്തേക്കിനും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയായിട്ടുള്ള റെസിപ്പി. ബൈ. താങ്ക് യു.